വീട്ടിൽ വെച്ച് BP നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 9 കാര്യങ്ങളെക്കുറിച്ച് കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പ്രൊഫസർ ഡോക്ടർ ജേക്കബ് കെ ജേക്കബ് പറയുന്നത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. ഇന്ന് രക്തസമ്മർദ്ദം ഡിജിറ്റൽ BP മീറ്റർ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് തന്നെ പരിശോധിക്കുന്ന രീതി വ്യാപകമാവുകയാണ്. പ്രായമായവർ തനിച്ച് താമസിക്കുന്ന സാഹചര്യത്തിലും ഇത് വളരെ സഹായകരമാണ്. BP നിശ്ചിത ഇടവേളകളിൽ പരിശോധിക്കുന്നതും കൃത്യമായി നിയന്ത്രിച്ചു നിർത്തുന്നതും ഹൃദയ ആരോഗ്യത്തിന് ഉൾപ്പെടെ വളരെ ഫലപ്രദവുമാണ്. പക്ഷേ BP അളവുകൾ കൃത്യമല്ലെങ്കിൽ തെറ്റായ രോഗനിർണയത്തിനും തെറ്റായ ചികിത്സയ്ക്കും കാരണമാകാം. നാം കുടിക്കുന്ന കാപ്പി പോലെയുള്ള പാനീയങ്ങൾ, ഉറക്കം തുടങ്ങി BP നോക്കുമ്പോഴുള്ള ഇരിപ്പിൻ്റെ രീതി പോലും ഈ അളവിനെ സ്വാധീനിക്കാം. ദിവസം മുഴുവനും ഒരേ BP അളവ് ആയിരിക്കുകയുമില്ല. രാവിലെ അല്പം കൂടാം, വൈകുന്നേരം കുറച്ച് കുറയുന്നതായും കാണുന്നു. ശാസ്ത്രീയമായി BP പരിശോധന ചെയ്തില്ലെങ്കിൽ അളവിൽ വ്യതിയാനം വരും. അത് ചികിത്സ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെ ബാധിക്കാനുമിടയുണ്ട്. അതുകൊണ്ട് കൃത്യമായ BP റീഡിംഗ് ലഭിക്കാൻ വീട്ടിൽ വെച്ച് BP പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1. കൈ വയ്ക്കുന്ന രീതി. ശരിയായ BP റീഡിംഗ് ലഭിക്കാൻ ഏറ്റവും പ്രധാനമായ കാര്യമാണ് കൈയുടെ നില. 2. BP നോക്കുന്നത് ഏത് കൈയിലാണോ ആ കൈ എപ്പോഴും ഒരു മേശയിലോ മറ്റോ വെച്ച് പരിശോധിക്കുന്നതാണ് നല്ലത്. കൈ തൂക്കിയിടുന്നതും മടിയിൽ വെച്ച് നോക്കുന്നതും റീഡിംഗ് കൂടുതലാകാൻ ഇടയാകും. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൽ കൈ മടിത്തട്ടിൽ വെച്ചപ്പോൾ സിസ്റ്റോളിക് BP റീഡിംഗ് ശരിക്കും ഉള്ളതിന് 4 മില്ലിമീറ്റർ കൂടുതലായിരുന്നു. വെറുതെ തൂക്കിയിട്ടപ്പോഴാകട്ടെ 7 മില്ലിമീറ്റർ കൂടുതലായി കണ്ടു. കൈ ഹൃദയ നിരപ്പിനേക്കാളും താഴ്ന്ന ഇരിക്കുമ്പോൾ റീഡിംഗ് കൂടുതലാകുന്നു. ഹൃദയ നിരപ്പിനേക്കാളും മുകളിലായിരുന്നാൽ റീഡിംഗ് കുറവായും കാണപ്പെടാം. കൈ താങ്ങില്ലാതെ വെറുതെ തൂക്കിയിടുമ്പോൾ കൈയിലെ പേശികളുടെ ആയാസം കൂടുതലായിരിക്കും. ഇതാണ് BP വർദ്ധിക്കാൻ കാരണമാകുന്നത്. 3. നടുവിന് താങ്ങുള്ള രീതിയിൽ നിവർന്ന് ഇരിക്കണം. പാദങ്ങൾ തറയിൽ പതിച്ചു വയ്ക്കണം. നടുവിന് താങ്ങില്ലാതെ രീതിയിൽ ഇരിക്കുന്നതും കാലുകൾ പിണച്ച് വയ്ക്കുന്നതും BP റീഡിംഗ് വർദ്ധിക്കാൻ ഇടയാകും. 4. തിരക്കിട്ട് ഓടി വന്ന് BP നോക്കരുത്. ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ശാന്തമായും സ്വസ്ഥമായും ഇരുന്നിട്ട് BP നോക്കുക. 5. BP പരിശോധിക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക. 6. BP നോക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കാപ്പി, മദ്യം, പുകയില എന്നിവ പാടില്ല. 7. 2 കൈയിലും BP നോക്കുക. ഇടതും വലതും വശങ്ങൾ തമ്മിൽ റീഡിങ്ങിൽ 10 മില്ലിമീറ്റർ വ്യത്യാസം സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. ഇതിൽ കൂടിയ അളവ് ഏതാണോ അത് സ്വീകരിക്കുക. 8. BP മെഷീൻ്റെ കഫ് നേരാവണ്ണം കെട്ടേണ്ടതും പ്രധാനമാണ്. വസ്ത്രത്തിന് മുകളിലൂടെ കഫ് കെട്ടരുത്. 9. ഭക്ഷണം കഴിച്ച ഉടനെ BP നോക്കിയാൽ കൃത്യമായ അളവ് ലഭിക്കില്ല. 10. മൂത്രസഞ്ചി നിറഞ്ഞിരുന്നാൽ BP റീഡിംഗ് 10 തൊട്ട് 15 മില്ലിമീറ്റർ വരെ വർദ്ധിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് മൂത്രമൊഴിച്ച് കളഞ്ഞിട്ട് BP നോക്കുന്നതാണ് ഉത്തമം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏതു BP മീറ്റർ ആയിരുന്നാലും റീഡിങ്ങിൽ പിഴവ് വരാം. വീട്ടിൽ ഡിജിറ്റൽ BP മീറ്റർ ഉപയോഗിക്കുന്നവർ മാസത്തിൽ ഒരിക്കലെങ്കിലും മറ്റേതെങ്കിലും BP മീറ്ററിൻ്റെ അളവുമായി തട്ടിച്ചു നോക്കി കാലിബ്രേറ്റ് ചെയ്യുക. അതായത് പ്രവർത്തനം കൃത്യമാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.